അവിടുത്തെ മധ്യപൂർവ്വദേശത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് അബുദാബി, ദോഹ, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി ആകാശ എയർ അറിയിക്കുന്നു. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ, ഇൻഡിഗോയുടെ വിമാനങ്ങളൊക്കെ ഇപ്പോൾ റദ്ദാക്കപ്പെടും. ടെൽ-അവീവിൽ സ്ഫോടനം എന്ന് അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ജസീറ ഈ പറയുന്ന ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഒരു സെറ്റ് ഓഫ് ആക്രമണം കൂടി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം ചില സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. സുഹൈൽ മുഹമ്മദ് കൂടി ചെയ്യുന്ന ന്യൂസ് ഡെസ്കിലും. സുഹൈൽ, ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രായേലിലേക്കും അവർക്ക് ആക്സസ് ഉള്ള അമേരിക്കയുടെ സകല എയർബേസുകളിലേക്കും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചടി രൂക്ഷമാവുകയാണെങ്കിൽ നമ്മൾ ഏതാനും നാളുകൾക്ക് മാത്രം മുൻപ് കണ്ട തീമഴ, ഇസ്രായേലിന്റെയും ഇറാന്റെയും ആകാശത്തെ തീമഴ വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ഗൾഫ് മേഖലയും അതിൽ സംഘർഷം അനുഭവിക്കേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം എവിടെ നിന്നെങ്കിലും ഉണ്ടോ സുഹൈൽ? ആഷ്മി, അത്തരത്തിൽ സമാധാനപരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്ന വാർത്ത, ആശ്വാസകരമായ വാർത്ത എവിടെ നിന്നില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ സംഘടനമായി പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ 4 ചൂടും ഇപ്പോൾ വേലി കെട്ടി അടക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതേസമയം അമേരിക്കയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ US മിലിറ്ററി ബേസുകളിൽ ആക്രമിച്ച റീറ്റാലിയേഷന് സാധ്യത എന്ന നിലയ്ക്കാണ് ഓരോ പ്രതികരണങ്ങൾ വരുന്നത്. അവരുടെ പരമാധികാരത്തിൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നതിലൂടെ ചിലപ്പോൾ റിറ്റാലിയേഷൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അതിന് എത്രത്തോളം അവർ തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന രീതിയിൽ ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസ് ക്യാമ്പുകളിലെ വ്യോമതാവളങ്ങളെ ആക്രമിച്ചാണ്. പക്ഷേ തിരിച്ചു റിറ്റാലിയേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കൗണ്ടർ അറ്റാക്ക് അത് എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്ന് നമുക്ക് ചിലപ്പോൾ ഈ ഘട്ടത്തിൽ നിന്ന് അനുമാനിക്കാൻ പോലും ആകില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അവസാന അസ്ത്രം നിലയ്ക്ക് അതിന്റെ പരമാവധിയിൽ അവർ പോരടിക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാരണം 4 ദിക്കുകളിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നു. അതേസമയം രാജ്യത്ത് വിമത കലാപങ്ങൾ രൂപപ്പെടുന്നു. ഈ പറഞ്ഞ പോലെ പ്രക്ഷോഭകാരികൾ അവരുടെ ഭരണം, ജനാധിപത്യ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നു. അതായത് ഈ പറയുന്ന ഭരണകൂടത്തിൽ, ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ എക്സ്ട്രീം എൻഡിൽ നിന്ന് അവർ എന്തൊക്കെ തീരുമാനങ്ങൾ, ആ ഒരു പെട്ടെന്നുള്ള പ്രൊവക്കേഷന്റെ ഭാഗമായി, പ്രകോപനത്തിന്റെ ഭാഗമായി എന്ത് തീരുമാനം, അത് എത്രത്തോളം ലോജിക്കലി ബുദ്ധിപരമല്ലാത്ത രീതിയിൽ പോലും തീരുമാനം എടുത്തേക്കാമെന്ന ആശങ്കയാണ് ഇപ്പോൾ ലോക സമൂഹത്തിലുള്ളത്. അതായത് എല്ലാം നഷ്ടപ്പെടുന്ന രാജ്യം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രാജ്യത്തിന്, അല്ലെങ്കിൽ എല്ലാ ദിക്കിലും ആക്രമണം നേരിടാൻ പോകുന്ന രാജ്യത്തിന് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് അത് പരമാവധി തിരിച്ചടിയാകും എന്ന തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാകും. ഏറ്റവും പ്രധാനമായും പറയേണ്ടത്, നമ്മൾക്കറിയുന്ന പോലെ യുദ്ധം എന്നുള്ളത് നിസ്സാരമായ 1-2 രാജ്യങ്ങളെ ബാധിക്കുന്നില്ല. ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഒരു എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡായ വ്യാപാര ബന്ധമുള്ള ലോകത്ത് ഒരു ചെറിയ യുദ്ധം ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനെ പോലും എത്രത്തോളം ഗൗരവകരമായി ബാധിക്കും നമ്മൾ പല ആവർത്തി കണ്ടതാണ്. എന്നാൽ ആ വ്യാപ്തി ഏറ്റവും കൂടുതൽ കൂട്ടാൻ പോകുന്ന യുദ്ധം കൂടിയായിരിക്കും ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കാണ്. ആ കടലിടുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ കയറ്റുമതി, ചരക്ക് ഗതാഗതമൊക്കെ നിൽക്കും. അതോടുകൂടി തന്നെ സ്വാഭാവികമായ പെട്രോൾ, ഡീസൽ അടക്കമുള്ള ഈ പറയുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂടും. അത് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കും. ഞാൻ പറഞ്ഞത് ഏറ്റവും ഏറ്റവും പ്രൈമറി, ഏറ്റവും ബേസിക്കായി ഒരു മനുഷ്യനെ യുദ്ധം ബാധിക്കാമെന്ന പ്രത്യാഘാതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ ഒരു ലോകരാജ്യങ്ങളും തയ്യാറെടുക്കില്ല. പക്ഷേ യുദ്ധത്തെ എങ്ങനെ അവസാനിപ്പിക്കുന്ന ചോദ്യത്തിന് ഈ പറഞ്ഞ ലോകരാജ്യങ്ങൾക്ക് ഉത്തരവില്ല. കാരണം നമ്മൾക്കറിയുന്ന പോലെ നമ്മുടെ ലോകക്രമം അനുസരിച്ചാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് യുദ്ധ ഉടമ്പടികളുണ്ട്. ഈ പറയുന്ന യുദ്ധ രംഗത്ത് പാലിക്കപ്പെടേണ്ട മര്യാദകളുണ്ട്. ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ UN എന്ന് പറഞ്ഞ രക്ഷാസംഘടനയുണ്ട്. പക്ഷേ ഈ സംഘടനയൊക്കെ എത്രത്തോളം ദുർബലമായിരുന്നു എന്ന് നമ്മൾ കണ്ട വർഷങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ UN നിന്നൊരു അറ്റംപ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ വരുന്ന പ്രതികൾ അനുസരിച്ചാണെങ്കിൽ എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഇറാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാവുല ഇത്തരത്തിൽ UN അടിയന്തരമായ രക്ഷാ കൗൺസിൽ വിളിച്ചു ചേർത്ത് യുദ്ധത്തിനൊരു പരിസമാപ്തി കുറയ്ക്കണം, അല്ലെങ്കിൽ മേഖല ഉണ്ടാകുന്ന അശാന്തതയ്ക്ക് ഒരു പരിഹാരം കാണണമെന്ന് ഈ പറഞ്ഞ ഇറാൻ പോലും ഉയർത്തേണ്ടി വരുന്നത്. ഇറാൻ അങ്ങേയറ്റം പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെയുള്ള ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം മാത്രമല്ല, അവരുടെ രാജ്യത്ത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സന്ദർഭത്തെ മുതലെടുക്കാൻ പ്രക്ഷോഭകാരികളുണ്ട്. ഈ പ്രക്ഷോഭകാരികളെ ഫ്യൂവൽ ചെയ്തത്, അവർക്ക് വേണ്ട ഇന്ധനം കൊടുത്തത്, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഐഡിയോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം അമേരിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ നിസ്സാരമായ ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ മാത്രം ഉരുതിരിഞ്ഞ് വന്ന ഒരു പ്രക്ഷോഭമല്ല ഇറാൻ നമ്മൾ കണ്ടത്. അത് വർഷങ്ങളോളമായി ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ, ഇസ്ലാമിക ഭരണകൂടം അവിടുത്തെ ജനതയുടെ ഈ പറയുന്ന വിക്ഷേപങ്ങൾ, അവരുടെ സ്വതസിദ്ധമായ അവരുടെ അവകാശങ്ങൾ കൈകടത്തുന്നതിലേക്ക് ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ഉരുതിരിഞ്ഞ് വന്ന ഒരു പ്രക്ഷോഭം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ ആളിക്കത്തുകയും അത് പിന്നീട് പല മേഖലയിലേക്ക് വ്യാപിക്കും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു രാജ്യത്ത് അതിന്റെ പരമാധികാരത്തിന് ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ പരമപ്രധാനമായി വേണ്ടത് ആ രാജ്യത്ത് ഐക്യമാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതായത് ഇറാൻ എത്ര കണ്ട് ഇല്ലാതാകണം
തുടർന്ന് അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നു. അത്ര കണ്ട് തന്നെ ഇറാനിലെ ഖമനേയി ഭരണകൂടം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇറാനിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഇറാനെ സ്വാഭാവികമായും അങ്ങേറ്റം പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗത്തിൽ നെഗോഷിയേഷൻ വേണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ ആഷ്മിയോട് പറഞ്ഞതുപോലെ തന്നെ അണുവിട അവരുടെ നയങ്ങളിൽ നിന്ന് മാറി നിൽക്കാത്ത ഇറാൻ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളെ അമേരിക്ക എന്ത് പറയുന്നു അതിനോട് ഏകദേശം 90% വിധേയപ്പെടും. കാരണം 100% വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെട്ടെന്നൊരു തോന്നലുണ്ടാകുമെന്ന കാരണം കൊണ്ട് മാത്രം 90% അമേരിക്കയുമായി വിധേയപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അബ്ബാസ് അരിക്ചി പല ഘട്ടത്തിലും ഈ അമേരിക്കയുമായി നെഗോഷിയേഷൻ ചർച്ച നടത്തുമ്പോൾ ഈ പറയുന്ന ഇറാഖിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ഇറാഖിലെ ഒരു സുഹൃത്ത് അയക്കുന്ന ദൃശ്യങ്ങളാണ്, അവിടെ മിസൈലുകൾ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ. ഇറാഖിലും ഇറാനിലും ആ മേഖലയിലൊക്കെ, ആ സകലമാന മേഖലയിലും ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. കേവലം GCC ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, അവിടുന്ന് ഒരു മിസൈൽ താഴേക്ക് പതിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്, ഇറാഖിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇറാഖിലാണ് ഒരു സ്കൂളിൽ, പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക്, അത് ഇറാനിലാണ്, ഇറാഖിലല്ലാതെ 2 മരണങ്ങളുണ്ടായി. ഇറാനിലാണ് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് മിസൈലുകൾ വീണ് 5 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്ത വന്നത്. ഇറാഖിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഖമനയുടെ, ആയത്തുള്ള അലി ഖമനയുടെ പാലസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ എയർ സ്ട്രൈക്കുകളിൽ പൂർണ്ണമായി തന്നെ നശിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അതിനകത്ത് അലി ഖമന ഉണ്ടായിരുന്നു. ഖമനയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി, ഖമന ഇപ്പോൾ എവിടെയാണ് എന്നതിനെപ്പറ്റി അറിയില്ല. ലക്ഷ്യം ഷാർപ്പായി ഖമനയും പെഷസ്ക്യാനെയും ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു എന്ന കാര്യം ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കുന്നുണ്ട്. ആ ആക്രമണത്തിൽ നിന്നും ജീവനോടെ ഖമനയ്ക്കും അവിടുത്തെ പ്രസിഡന്റിനും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാനും അതിനെപ്പറ്റി കാര്യമൊന്നും പറയുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പുറത്തു വരാതെയും ഇരിക്കില്ല. ജോർദാന്റെ തലസ്ഥാനം അമ്മാനിലേക്ക് ഇറാനിയൻ മിസൈലുകൾ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ഇതുവരെ 35ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ അതിനിടയിൽ IRCG, ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം, ശത്രുവിൻ്റെ നിർണായം, ഒരു ഡിസിസീവ് ഡിഫീറ്റ്, പരാജയമുണ്ടാവാതെ ഈ ഏറ്റുമുട്ടൽ നിൽക്കില്ല, ഈ തിരിച്ചടി നിൽക്കില്ല എന്നുള്ളതാണ് ഇറാന്റെ ഒഫീഷ്യൽ സ്ഥിരീകരണം. ഇറാനും ഇസ്രായേലും പരസ്പരം രൂക്ഷമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അതിനിടയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം ഉണ്ടാകുന്നു. അവിടെയും വ്യാകുലതകൾ, ആശങ്കകൾ ഉണ്ടാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.